ഹായ് ഓൾ 2023 PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ സുപ്രധാന നിയമങ്ങളുടെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത്? ആശുപത്രി രോഗി ബന്ധം, ഇൻഷുറൻസ് കമ്പനിയും ഇൻഷൂർ ചെയ്ത വ്യക്തിയും തമ്മിലുള്ള ബന്ധം, വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാർത്ഥിയുമായുള്ള ബന്ധം, ഉൽപാദകനും വിതരണക്കാരും തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻ ഡി, ഉൽപാദകനും വിതരണക്കാരും തമ്മിലുള്ള ബന്ധമാണ് ഉപഭോക്തൃ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത്. വരുന്നവയാണ് ആശുപത്രി രോഗി ബന്ധം, ഇൻഷുറൻസ് കമ്പനിയും ഇൻഷൂർ ചെയ്ത വ്യക്തിയും തമ്മിലുള്ള ബന്ധം, വിദ്യാഭ്യാസ സ്ഥാപനവും വിദ്യാർത്ഥിയുമായുള്ള ബന്ധം. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി 60 വയസ്സ്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമപ്രകാരം ഒരാളെ മുതിർന്ന പൗരനായി കണക്കാക്കുന്നതിനുള്ള പ്രായപരിധി 60 വയസ്സാണ്. 1989 പട്ടികജാതി പട്ടികഗോത്ര വർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമപ്രകാരം അതിക്രമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നിയമത്തിലെ വകുപ്പ് 3 നിഷ്കർഷിക്കുന്ന കുറ്റങ്ങളാണ് അതിക്രമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓർത്തുവെക്കണം. 1989 പട്ടികജാതി പട്ടികഗോത്ര വർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമപ്രകാരം അതിക്രമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയമത്തിലെ വകുപ്പ് 3 നിഷ്കർഷിക്കുന്ന കുറ്റങ്ങളാണ്. നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം ചുമത്തുന്ന പരമാവധി ശിക്ഷയാണ് 2 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയും. ഓർത്തുവെക്കണം. നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്താവുന്ന പരമാവധി ശിക്ഷയാണ് 2 വർഷം വരെയുള്ള ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയും. താഴെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ 4 കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിൽ അധികാരപരിധി നിശ്ചയിക്കുന്നതിനായി 10 കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം. ഓപ്ഷൻ സി, 2 പ്രസ്താവനകളും ശരിയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ 4 കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിൻ്റെ അധികാരപരിധി നിശ്ചയിക്കുന്നതിനായി 10 കോടിയിലധികം രൂപയുടെ വിലയുണ്ടായിരിക്കണം. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന് പരിധിയിൽ വരാവുന്നത് ഏതാണ്? ഉചിതമായത് തിരഞ്ഞെടുക്കുക. ശാരീരിക പീഡനം, ലൈംഗിക പീഡനം, വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം. ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞവയെല്ലാം ഉൾപ്പെടും. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നതാണ് ശാരീരികമായ പീഡനം, ലൈംഗികമായ പീഡനം, വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം. മുഖ്യ വിവരാവകാശ കമ്മീഷനെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര്? ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഓപ്ഷൻ സി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്. അംഗമായവർ ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പൂർണ്ണമായും മനുഷ്യാവകാശത്തിന്റെ നിർവചന പരിധിയിൽ വരുന്നവ? ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും, ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലും പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ മാത്രം, ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ളവയും
മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ്. ഓപ്ഷൻ ബി, മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ് എന്നതാണ് ശരിയായ ഉത്തരം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്ക് ലഭിക്കുന്ന നിയമപരിഹാരങ്ങളിൽ പെടാത്തത് ഏത്? വിവാഹമോചനം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പരാതിക്കാരിക്ക് ലഭിക്കുന്ന നിയമന പരിഹാരങ്ങളിൽ പെടാത്തതാണ് വിവാഹമോചനം. താമസ സൗകര്യം, സംരക്ഷണം, നഷ്ടപരിഹാരം എന്നിവ പരാതിക്കാരിക്കുള്ള നിയമസഹായങ്ങളിൽ ഒന്നാണ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് ഏത്? മന്ത്രിസഭാ തീരുമാനങ്ങൾ, രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, 15 വർഷം പഴക്കമുള്ള രേഖകൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ. രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത്. മന്ത്രിസഭാ തീരുമാനങ്ങളും 15 വർഷം പഴക്കമുള്ള രേഖകളും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ വിവരങ്ങളും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പെടുന്നവയാണ്. വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനുള്ള പിൻബലം താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് കാണാൻ സാധിക്കുന്നത്? ആർട്ടിക്കിൾ 41. വയോജനങ്ങളുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനുള്ള പിൻബലം ആർട്ടിക്കിൾ 41 പ്രതിപാദിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുക. പെൺകുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം ഉറപ്പുവരുത്തുക. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക. ലിംഗാധിഷ്ഠിത ഗർഭഛിദ്രം തടയുക. ഓപ്ഷൻ ഡി 1, 3, 4 പ്രസ്താവനകളാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക, ലിംഗാധിഷ്ഠിത ഗർഭഛിദ്രം തടയുക എന്നിവയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് മാത്രമേ വായിക്കുന്നുള്ളൂ. സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല. സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താൻ സാധ്യമല്ല എന്നുള്ള പ്രസ്താവനയാണ് 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ടത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സണെയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. ഈ പ്രസ്താവന ശരിയാണ്. ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഈ പ്രസ്താവനയും ശരിയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പോക്സോ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം കൃത്യം നടന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം 24 മണിക്കൂറിനകമാണ്. കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പോക്സോ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം കൃത്യം നടന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ച ശേഷം 24 മണിക്കൂറിനകമാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിയമിക്കപ്പെടേണ്ട പരമാവധി അംഗങ്ങളുടെ എണ്ണം 10 ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിയമിക്കപ്പെടേണ്ട പരമാവധി അംഗങ്ങളുടെ എണ്ണം 10. 1989 പട്ടികജാതി പട്ടികവർഗ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ത്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ 3 പ്രസ്താവനകളും ശരിയാണ്.
ആയതുകൊണ്ട് ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. 1989 പട്ടികജാതി പട്ടികവർഗ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം എന്നിവയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കമ്മീഷൻ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നവർക്ക് കാലാവധി വ്യത്യാസമില്ലാതെ 70 വയസ്സുവരെ ആ പദവിയിൽ തുടരാവുന്നതാണ്. ഈ പ്രസ്താവന തെറ്റാണ്. നിലവിൽ കമ്മീഷന്റെ അധ്യക്ഷൻ 2021 നിയമിതനായ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ബി ഓപ്ഷൻ ശരിയാണ്. ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നിലവിൽ കമ്മീഷന്റെ അധ്യക്ഷനായി 2021 നിയമിതനായ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമമനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഈ നിയമമനുസരിച്ച് കുട്ടികൾ എന്നുള്ളതിന് ആൺപെൺ വ്യത്യാസമില്ല. ഈ ഓപ്ഷൻ ശരിയാണ്. പ്രായം സംബന്ധിച്ച് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചന പ്രകാരം അത് 16 വയസ്സിൽ താഴെ ആയിരിക്കണം. ഈ ഒരു പ്രസ്താവന തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി പ്രസ്താവന 1 മാത്രം ശരിയാണ്. ഈ നിയമം അനുസരിച്ച് കുട്ടി എന്നുള്ളതിന് ആൺപെൺ വ്യത്യാസമില്ല. കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ഏതാണ് ശരി ഉത്തരം? വിവരാവകാശ നിയമം ബാധകമാണ്. അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. വിവരാവകാശ നിയമം ബാധകമല്ല. ഓപ്ഷൻ ബി അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംഭവിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനയുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകളിൽ ശരിയായതാണ് ഓപ്ഷൻ ബി. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സിലോ മുകളിലുള്ളവരോ ആണ്. 60 വയസ്സിനോ അതിനു മുകളിലോ ഉള്ളവരാണ് 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഏത് കാരണത്താലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാവുന്നത്? പാപ്പരായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ, ഔദ്യോഗിക പദവിയിലിരിക്കെ പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാൽ, ശാരീരികമായോ മാനസികമായോ ബലക്ഷയം മൂലം ഔദ്യോഗിക പദവിയിൽ തുടരാൻ സാധ്യമല്ലെന്ന് ബോധ്യമായാൽ, സദാചാര അപഭ്രംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് അപരാധിയാണെന്ന് കണ്ടെത്തിയാൽ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാവുന്ന കാരണങ്ങളാണ് പാപ്പരായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ, ഔദ്യോഗിക പദവിയിലിരിക്കെ പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാൽ, ശാരീരികമായോ മാനസികമായോ ബലക്ഷയം മൂലം ഔദ്യോഗിക പദവിയിൽ തുടരാൻ സാധ്യമല്ലെന്ന് ബോധ്യമായാൽ, സദാചാര അപഭ്രംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് അപരാധിയാണെന്ന് കണ്ടെത്തിയാൽ. അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ്? ഓപ്ഷൻ സി സോഷ്യൽ ജസ്റ്റിസ് എംപവർമെന്റ്. അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ആരംഭിച്ചത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മന്ത്രാലയമാണ്. താഴെ പറയുന്നവയിൽ 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയല്ലാത്തത്? ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും NGOയുടെയും സേവനങ്ങൾ ഏകോപിപ്പിക്കുക. ഇത് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലകൾ നോക്കാം. സങ്കടപ്പെട്ട വ്യക്തിക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി നിയമപ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുക. മജിസ്ട്രേറ്റിനെ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുവാൻ സഹായിക്കുക. ഗാർഹിക സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിന്റെ കമ്മീഷൻ രൂപീകരണവുമായി താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? കമ്മീഷൻ അധ്യക്ഷയെ
നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നുമുള്ള ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമായിരിക്കണം. ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞ 3 ഉത്തരങ്ങളും ശരിയാണ്. കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഒരാൾ ഉണ്ടായിരിക്കണം. കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമായിരിക്കും. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? ഉപഭോക്താവ്, ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന, സർക്കാർ. മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവർക്ക് ആർക്കും നിയമപ്രകാരം പരാതി നൽകേണ്ടതാണ്. ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങൾ അതിന്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. ഈ പ്രസ്താവന ശരിയാണ്. നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ആയതുകൊണ്ട് ഓപ്ഷൻ ബി 2 പ്രസ്താവനകളും ശരിയാണ്. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ DIR ഫയൽ ചെയ്യേണ്ടത് ആരാണ്? സംരക്ഷണ ഉദ്യോഗസ്ഥൻ. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് സംരക്ഷണ ഉദ്യോഗസ്ഥനാണ്. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചിലവ് നൽകുന്ന 2007 നിയമമനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സംരക്ഷണ ചിലവിലേക്കായി പ്രതിമാസം പരമാവധി 10,000 രൂപയാണ് ട്രിബ്യൂണലിന് വിധിക്കാവുന്നത്. ഈ പ്രസ്താവന ശരിയാണ്. ഈ നിയമപ്രകാരം അപ്പീൽ നൽകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ബന്ധപ്പെട്ട ജില്ലാ ജഡ്ജിക്ക് സമർപ്പിക്കാം. ഈ പ്രസ്താവന തെറ്റാണ്. ആയതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചിലവ് നൽകുന്ന 2007 നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് സംരക്ഷണ ചിലവിലേക്കായി പ്രതിമാസം പരമാവധി 10,000 രൂപയാണ് ട്രിബ്യൂണലിന് വിധിക്കാവുന്നത്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2014 അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയ സമുദായമായിരിക്കണം. കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിതയുണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ബി പ്രസ്താവനകൾ 2ഉം ശരിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിലാണ് കേന്ദ്ര സർക്കാരിന് നീക്കം ചെയ്യുവാൻ സാധിക്കുക? ചുമതലകൾ നിർവഹിക്കുവാൻ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങളിൽ, ചുമതലകൾ നിർവഹിക്കുവാൻ പ്രാപ്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ, അവിമുക്ത നിർധനനാവുന്ന സാഹചര്യങ്ങളിൽ. ഈ 3 കാരണങ്ങൾ വഴിയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ കേന്ദ്ര സർക്കാരിന് നീക്കം ചെയ്യാവുന്നത്. ഒന്നുകൂടെ വായിക്കാം. ചുമതലകൾ നിർവഹിക്കുവാൻ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങളിൽ, ചുമതലകൾ നിർവഹിക്കുവാൻ പ്രാപ്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ, അവിമുക്ത നിർധനനാകുന്ന സാഹചര്യങ്ങളിൽ. ഓപ്ഷൻ സി 1, 2, 3 സാഹചര്യങ്ങളിൽ മാത്രം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അവസാന അപ്പീൽ അധികാരം താഴെ പറയുന്നവയിൽ ആർക്കാണ്? സുപ്രീം കോടതിക്ക്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അവസാന അപ്പീൽ അധികാരം സുപ്രീം കോടതിക്കാണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര രൂപ വരെ മൂല്യമുള്ള പരാതികൾ സമർപ്പിക്കാം? 1 കോടി വരെ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ 1 കോടി രൂപ വരെ മൂല്യമുള്ള പരാതികൾ സമർപ്പിക്കാം. ഗാർഹിക പീഡന സംരക്ഷണ നിയമപ്രകാരം കേസുകളിൽ വിചാരണ നടത്താനുള്ള അധികാരം ആർക്കാണ്? മജിസ്ട്രേറ്റിന്. ഗാർഹിക പീഡന സംരക്ഷണ നിയമപ്രകാരം കേസുകളിൽ വിചാരണ നടത്താനുള്ള അധികാരം മജിസ്ട്രേറ്റിനാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കുവഹിക്കാത്തത് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഗവർണർ, മുഖ്യമന്ത്രി, ക്യാബിനറ്റ് മന്ത്രി എന്നിവർ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്കുവഹിക്കുന്നവരാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അരുൺ കുമാർ മിശ്ര. സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നത് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാർ.
സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. 2007 മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചിലവിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള നിയമമനുസരിച്ച് വകുപ്പ് 7 പ്രകാരം രൂപീകരിക്കേണ്ട ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ ഉത്തരം ഏതാണ്? ട്രിബ്യൂണൽ രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഈ പ്രസ്താവന ശരിയാണ്. ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ സബ് ഡിവിഷണൽ ഓഫീസറിൽ കുറയാത്ത പദവിയിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ആയതുകൊണ്ട് ഓപ്ഷൻ സി മേൽപ്പറഞ്ഞ ഉത്തരം എയും ബിയും ശരിയാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 2007 മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചിലവിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള നിയമം അനുസരിച്ച് വകുപ്പ് 7 പ്രകാരം രൂപീകരിക്കേണ്ട ട്രിബ്യൂണലുകളെ കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ്. ട്രിബ്യൂണൽ രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ സബ് ഡിവിഷണൽ ഓഫീസർ കുറയാത്ത പദവിയിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം. ഉപഭോക്തൃ നിയമത്തിലെ ജില്ലാ ഉപഭോക്തൃ ഫോറവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏത്? ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര ഫോറത്തിന് പ്രസിഡന്റും കൂടാതെ കുറഞ്ഞത് 3 അംഗങ്ങളും ഉണ്ടാവണം. ഈ പ്രസ്താവന തെറ്റാണ്. ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാരത്തിന്റെ പ്രസിഡന്റിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയുടെ ഉത്തരവ് പ്രകാരമാണ്. ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഫോറം പ്രസിഡന്റിന്റെ ശുപാർശ ആവശ്യമാണ്. ഈ പ്രസ്താവനയും തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇവയിലൊന്നും ശരിയല്ല. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, പ്രധാനമന്ത്രി നിർദ്ദേശിക്കാവുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഓപ്ഷൻ സി ലോക്സഭാ സ്പീക്കറാണ് ഉൾപ്പെടാത്തത്. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടുന്നവരാണ് പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കാവുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നിവർ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക്